ഒരു പഴയ കന്നാസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. അപ്പോൾ ആദ്യം നമ്മൾ ഈ കന്നാസിനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. അതിനുശേഷം കന്നാസിൻ്റെ അടപ്പിന് നമ്മളൊരു തുളയിട്ട് കൊടുക്കുകയാണ്. ഒരു 2 വയറ് കൊള്ളുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു തുള മതി. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഡ്രിൽ ബിറ്റ് കണ്ടോ, ഏത് അളവിലുള്ള തുളയും ഈ ഒരു ബിറ്റ് കൊണ്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഏകദേശം 350 രൂപയാണ് ഇതിൻ്റെ വില. ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കന്നാസിൻ്റെ പള്ളക്ക് നമുക്ക് തുളയിട്ട് കൊടുക്കണം. ഏകദേശം 1.5 ഇഞ്ച് വണ്ണത്തിലുള്ള തുള. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു തുളയിട്ട് കൊടുക്കണം. ഒരു 1.5 ഇഞ്ച് PVC പൈപ്പ് കൊള്ളുന്ന അത്രയും വണ്ണത്തിലുള്ള തുളയാണ് ആവേണ്ടത്. നേരെ ഒരേപോലെ ഇരിക്കുകയും വേണം കേട്ടോ. അതായത് ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് PVC പൈപ്പ് കയറ്റുമ്പോൾ ഒരേ ദിശയിലായിരിക്കണം ഇരിക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു PVC പൈപ്പിനെ പൊളിച്ച് നിവർത്തിയെടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സോക്കറ്റ് പിടിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ആധുനിക നാറാണത്ത് ഭ്രാന്തൻ എന്ന വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് PVC പൈപ്പ് വാങ്ങി പൊളിച്ച് ഒഴിവാക്കിയ ഈ ഒരു PVC പൈപ്പാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു പരന്ന സാധനം വെച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതിനുശേഷം ഒരു സോക്കറ്റ് ഇരിക്കുന്ന ആ ഒരു വലിപ്പം കണ്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സോക്കറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് ആ ഒരു സോക്കറ്റ് കറക്റ്റായിട്ട് ഈ ഒരു ഷീറ്റിൽ കയറിയിരിക്കാൻ പാകത്തിന് അതിൻ്റെ ഉൾഭാഗവും ഒന്ന് കട്ട് ചെയ്യണം. വീണ്ടും നമ്മൾ 1.5 ഇഞ്ച് PVC പൈപ്പിനെ എടുക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മളൊരു തുളയിട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ട കന്നാസിൻ്റെ അടപ്പിനിട്ട അതേപോലെ തന്നെ ഒരു 2 വയറ് കൊള്ളുന്ന അത്രയും വലിപ്പത്തിലുള്ള തുളയാണ് വേണ്ടത്. അതേപോലെ തന്നെ കന്നാസിൻ്റെ ഇപ്പുറത്ത് നിന്നും നേരെ അപ്പുറം വരെ എത്തുന്ന ആ ഒരു വലിപ്പത്തിലുള്ള PVC പൈപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കുറച്ച് വയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു 2 കോർ വയറാണ്. നമ്മൾ എക്സ്റ്റൻഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനിലൊക്കെ കണക്ട് ചെയ്യുന്ന വയർ. അതിനുശേഷം ഈ ഒരു വയറിൻ്റെ ഒരു അറ്റം നമ്മൾ കന്നാസിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കന്നാസിൻ്റെ നടുകിലിട്ട തുളയിലൂടെ പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഈ 1.5 ഇഞ്ച് പൈപ്പിൻ്റെ നടുകിൽ ഇട്ടിട്ടുള്ള തുളയിലൂടെ ഈ ഒരു പൈപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഈ പൈപ്പിനെ കന്നാസിൻ്റെ നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു തുളയിലൂടെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സോക്കറ്റിലായിട്ട് ഈ വയറുകൾ കണക്ട് ചെയ്യാം. ശേഷം നമുക്ക് എറാൾഡേറ്റ് എടുക്കാം, മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പ്ലഗിനെ ആ ഒരു ഷീറ്റിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് കവർ ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ പശയാക്കി കൊടുക്കുക, എറാൾഡേറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ആ 1.5 ഇഞ്ച് പൈപ്പ് കന്നാസോട് കൂടി നമ്മൾ അതിൽ ഒട്ടിച്ച് കൊടുക്കുക. കന്നാസിൽ ഈ ഒരു എറാൾഡേറ്റ് ഒട്ടാൻ പാടില്ല, ഈ ഒരു PVC പൈപ്പിൽ മാത്രമേ ഒട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രൂപത്തിൽ കന്നാസിനെ ലേസം ഉയർത്തി നിൽക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചുകൂടി എറാൾഡേറ്റ് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മറ്റൊരു PVC പൈപ്പിനെ പൊളിച്ചെടുത്ത് നിവർത്തിയെടുത്ത് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുക. ഇതും അതേപോലെ തന്നെ കന്നാസിലൊട്ടാതെ 1.5 ഇഞ്ച് PVCയിൽ മാത്രമേ ഒട്ടാൻ പാടുള്ളൂ കേട്ടോ. കന്നാസിൽ ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മരത്തിൻ്റെ കഷ്ണം, ഒരു ബെയറിങ്, ഒരു ബുഷ്, ഒരു 1.5 ഇഞ്ച് ബോൾട്ട്. ആദ്യം നമ്മൾ ഈ ഒരു മരത്തിൻ്റെ കഷ്ണത്തിലേക്ക് ഈ ഒരു 1.5 ഇഞ്ച് ബോൾട്ട് ഇട്ടു. അതിനുശേഷം ഒരു ഫാനിൻ്റെ ബുഷ് ഇട്ടു. അതിനുശേഷം ഒരു ബെയറിങ്, ഏതളവിലുള്ള ബെയറിങ് ആയാലും മതി ഇട്ടു. അതിനുശേഷം ഒരു വാഷറും ഒരു ബോൾട്ടും ഒരു നെട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ആ ബെയറിങ്ങിൽ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇങ്ങനെ കറങ്ങണം. അതിനുശേഷം നമ്മൾ അവസാനം ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ പുറം ഭാഗത്ത് എറാൾഡേറ്റ് മിക്സ് ചെയ്ത് തേച്ചതിന് ശേഷം ഈ ഒരു കറക്കാനുള്ള ലിവർ അവിടെ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇനിയാണ് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് കാണിക്കുന്നത്. അതായത് നമ്മൾ എക്സ്റ്റൻഷൻ കോഡ് വയറുകൾ വല്ലാണ്ട് പിരിഞ്ഞ് കംപ്ലൈൻ്റ് ആയി പോകാനും ഇടയ്ക്ക് വെച്ച് കട്ടാവാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണിത്. കണ്ടോ, കന്നാസിൻ്റെ നമ്മൾ ആ വെച്ചിട്ടുള്ള ലിവർ കറക്കി കഴിഞ്ഞാൽ കന്നാസിൻ്റെ ഉള്ളിലേക്ക് ഈ വയർ ഇങ്ങനെ കയറി പോകും. പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ പുറത്തേക്കും വരും കേട്ടോ. ഏകദേശം ഒരു 20 മീറ്ററോളം നീളത്തിലുള്ള ഒരു വയറാണ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. കന്നാസിൻ്റെ ഉള്ളിൽ എത്രത്തോളം വയർ കൊള്ളും അത്രയും വയർ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. വളരെയധികം യൂസ്ഫുള്ളാണ്. കഴിയുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ
റീസൈക്കിൾ ചെയ്യുന്ന പഴയ സാധനങ്ങൾ കൊണ്ട് വീണ്ടും നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.